എനിക്ക് ഇപ്പോഴും സങ്കടം വരുന്നൊരു കാര്യം. ഞാൻ ആ ബോട്ടിൽ വെച്ച് മറന്നുപോയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു നീറ്റ്. ഞാൻ എന്തോ ചെയ്തു ഒരു വർഷം. എനിക്ക് 2 ക്വസ്റ്റ്യൻ ആണ് നീറ്റ് പോയത്. ഇനി ഒരു കൊല്ലം കൂടെ പഠിക്കണ്ടേ? ആ സംഭവം വന്നു. എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റൂല. എനിക്ക് വലുതായാലും ഡോക്ടർ ആവണം. ആ ഒരു സംഭവം എനിക്ക് നീറ്റ് കിട്ടി. അങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ അവസാനം എന്നുവെച്ചാൽ 30 ദിവസം കൊണ്ട് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യും. അതാണ് എൻ്റെ ഇത്. ഐ ഡിഡന്റ് ഹാവ് എ പ്ലാൻ ബി. എല്ലാ സമയത്തും ഞാൻ കരച്ചിലോട് കരച്ചിൽ. എന്താന്ന് വെച്ചാല് ഇതിലൂടെ കടന്നുപോയ ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെ ടീച്ചർ വലിച്ചു കൊണ്ടുപോയിരുന്നു എന്റെ പേപ്പർ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതെന്റെ അവസാനത്തെ ചാൻസ് എന്ന് ഞാൻ മനസ്സിൽ വെച്ചതാ. ഹേ എവ്രിവൺ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ കുറച്ച് കാലമായി ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എടുക്കണം എന്ന് വിചാരിച്ച്. എൻ്റെ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ ഇതായിരിക്കണം മേ ബി. അപ്പം ഈ വീഡിയോ ഞാൻ ഇടാതിരിക്കാൻ കുറച്ച് റീസൺസ് ഉണ്ടായി. ഞാൻ അത്യാവശ്യം തിരക്കായിരുന്നു. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു സമയം എനിക്ക് കുറച്ച് മുന്നേ അപ്രോപ്രിയേറ്റ് ആയി തോന്നില്ല വീഡിയോ ഇടുന്നത്. സോ അതൊക്കെ കാരണം എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ ലാഗായി പോവാ ചെയ്തത്. സോ ഐ എം ഹാപ്പി ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. എനിക്കിങ്ങനെ ഒറ്റയടിക്ക് ആരടുത്തും എൻ്റെ ഫ്രണ്ട്സിനോടല്ലാതെ വേറെ ആരോടും ഇങ്ങനെ ഒറ്റയടിക്ക് എനിക്ക് നീറ്റ് സ്റ്റോറി ഇങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. സോ എനിക്കിപ്പം വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ഈ ഒരു ടോപ്പിക് പറയാനുള്ള ചാൻസ് കിട്ടിയേക്കുവാണ്. സോ എല്ലാവരും വീഡിയോ ഫുൾ കാണണം. ബിക്കോസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എൻഡ് ചെയ്യുന്ന വരെ എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള ജേർണിയാണ്, കുറച്ച് വലിയ കാലഘട്ടത്തിൽ ഒതുങ്ങുന്നതാണ്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എൻട്രൻസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യുന്ന വരെയുള്ള ഒരു 5 വർഷത്തെ ജേർണിയാണിത്. സോ 5 വർഷത്തെ എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? ആലോചിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ട് തോന്നില്ലേ? യെസ്. അപ്പൊ ആലോചിക്കുമ്പോൾ ഉള്ള ഈ ബുദ്ധിമുട്ട് ഈ കഥയിൽ ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ കഥ പറഞ്ഞു തീരുമ്പോൾ ഭയങ്കര ഒരു എന്താണ്, ഭയങ്കര ആ ഫീലിങ്സിന്റെ ഫുൾ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിന്റെ ഫുൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബട്ട് എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം എന്നുള്ള രീതിയിൽ നിങ്ങളടുത്ത് പറയാൻ പോവാണ്. സോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഒരു സ്റ്റോറിയുടെ മിഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഗ്രേറ്റ് ഒരു ഗുഡ് സ്റ്റോറി. നമുക്ക് നമ്മൾ ഇത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ സക്സസ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇത് സ്റ്റോറി വാസ് എ ഗുഡ് സ്റ്റോറി. അല്ലെങ്കിൽ നമ്മൾ ഈ കഥ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നുക. സത്യം പറഞ്ഞാൽ നമ്മളത് ക്രാക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആ സക്സസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ്. അതുവരെ നമുക്ക് അതിന്റെ മിഡിൽ നമുക്ക് ഒരിക്കലും ഈ സ്റ്റോറി ഗ്രേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഒരു സന്തോഷമായിട്ടോ ഒരിക്കലും നമ്മുടെ ഈ ഒരു കഥകളൊന്നും തോന്നൂല. അപ്പൊ നിങ്ങൾ എന്തിന്റെങ്കിലും മിഡിലാണെന്ന് വെച്ച് നിങ്ങളുടെ കഥയുടെ നിങ്ങൾ എന്തിന്റെങ്കിലും മിഡിലാണ്, ഇപ്പം നീറ്റ് ക്രാക്ക് ചെയ്യുന്നതിന്റെ മിഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന മിഡിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മിഡിലാണ് എന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സക്സസ് കിട്ടുന്നവരെ നമുക്ക് അങ്ങനെ തോന്നും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്റ്റോറി ഇസ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ തുടങ്ങാം. ഞാൻ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 മുതൽ എന്ന് പറയാം. 2016 എൻ്റെ 10th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാംസ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഐ തോട്ട് ഞാനും എൻ്റെ ഫാമിലി എല്ലാം വിചാരിച്ചു നമുക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ചേരാം. അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിൽ പോയി ചേരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു 8th സ്റ്റാൻഡേർഡ് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്ന്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിൽ പഠിക്കുമ്പോൾ എൻ്റെ ഇത്താക്ക് MBBS അഡ്മിഷൻ കിട്ടുന്നത്, അവൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേരുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ പറയുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് കാണുന്നത്, മെഡിക്കൽ കോളേജിൽ ചേരുന്നത്, ഐ മീൻ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരാൾ ക്രാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഓൾസോ അവർക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്ട്, അവർക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അതൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. സോ ഐ ഫീൽ ലൈക്ക് അത് ഒന്ന് ഡോക്ടർ ആവാം, ലൈക്ക് എനിക്ക് വലുതായാലും ഡോക്ടർ ആവണം. ആ ഒരു സംഭവം എനിക്ക് മനസ്സിൽ ഇങ്ങനെ ചെറുതായി വരാൻ തുടങ്ങി. സോ എപ്പം നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും വാട്ട്സ് യുവർ അംബിഷൻ എന്ന് എപ്പം ചോദിച്ചു കഴിഞ്ഞാലും ആൻഡ് വാട്ട്സ് യുവർ മോട്ടീവ് അല്ലെങ്കിൽ വാട്ട്സ് യുവർ അംബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട്സ് യുവർ ഡ്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറ് എനിക്ക് ഡോക്ടർ ആവണം എന്ന് തന്നെയായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ അപ്പം എന്താ സംഭവിക്കുക, എനിക്ക് എന്റെ സിസ്റ്ററിന് നീറ്റ് കിട്ടിയത് ഒരു വലിയൊരു ഫാക്ടർ ആയിരുന്നു. അതിൽ പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ അവളുടെ കോളേജിൽ പോകുമ്പോൾ എനിക്ക് കോളേജ് ലൈഫ് കിട്ടണം, ആ മെഡിക്കൽ കോളേജ് ലൈഫ് സ്കൂൾ എന്നുള്ള ഒരു ഫീലിംഗ്. ബിക്കോസ് വി ആർ സീയിങ് മെഡിക്കൽ കോളേജസ് ഫ്രം പെരിഫറി. ആ ഒരു സമയത്ത് നമ്മൾ പുറത്തുനിന്നാണ് കാണുന്നത്. സോ വിൽ ഫീൽ ലൈക്ക് ദിസ് ഇസ് ഗുഡ്, ദിസ് ലൈഫ് ഇസ് സോ നൈസ്, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വന്നു. സോ ഞാൻ ലൈഫിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ കോളേജിൽ പോകുന്ന ആ സമയത്താണ് മര്യാദയ്ക്ക് കാണുന്നത് ആ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കോളേജ്. അപ്പം അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഡോക്ടർ ആവണം. പിന്നെ വേറെ കാര്യം, ദിസ് പ്രൊഫഷൻ ഇസ് ഓൾസോ എ നോബിൾ പ്രൊഫഷൻ. അപ്പം ഏറ്റവും എനിക്ക് മനസ്സിലൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു പ്രൊഫഷൻ ആയേക്കാം ഇത്. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. സോ ഞാനിങ്ങനെ അങ്ങനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു, അതായത് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ഇതന്നെയാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ 10th ബോർഡ് എക്സാം കഴിയുന്ന ആ ഒരു സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ
ഞാനും എൻ്റെ ഫാമിലിയും ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതെങ്കിലും പോയി ചേരണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ +1 +2 തന്നെ കോച്ചിങ് എടുത്തിട്ട് ഫസ്റ്റ് ചാൻസിൽ കിട്ടണം എന്നാണ് ആഗ്രഹം കേട്ടോ. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രൈമറി ആഗ്രഹം. റിപ്പീറ്റ് ഒന്നും എനിക്ക് മൈൻഡിൽ തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് MBBSന് സീറ്റ് കിട്ടണം, നീറ്റ് ഫസ്റ്റ് ചാൻസ് തന്നെ ക്രാക്ക് ചെയ്യണം. അത് +2 ബോർഡ് എക്സാം കഴിഞ്ഞ പാടുള്ള നീറ്റ് തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുമ്പോൾ. അപ്പം തന്നെ ഞാനും എൻ്റെ ഫാമിലിയും എന്താണ് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്നുള്ളത്. സോ അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാൻ വിചാരിച്ചത് റേസിലാണ്, കോഴിക്കോടുള്ള. സോ അങ്ങനെ ഞാൻ വിചാരിച്ചു 10th കഴിഞ്ഞ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ഇങ്ങനെ എൻട്രൻസ് എക്സാംസ് ഉണ്ടാവില്ലേ, അവിടേക്ക് കയറാനുള്ള എക്സാം ഒക്കെ എഴുതാൻ പോയി. അപ്പോൾ അതൊക്കെ എഴുതി അത് പാസ്സായി ഞാൻ നേരെ നമുക്ക് 10th കഴിഞ്ഞൊരു ഇപ്പം മാർച്ച് ലാസ്റ്റ് വീക്കിലല്ലേ നമുക്ക് ബോർഡ് എക്സാംസ് കഴിയാം. അപ്പം അത് കഴിഞ്ഞ് ഞാനൊരു ഏപ്രിൽ സ്റ്റാർട്ടിങ് തന്നെ അല്ലെങ്കിൽ ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്കോ അങ്ങനെ എന്തോ ആയപ്പം തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ +1ന്റെ ക്ലാസ്സസ്. സോ അവിടെ തുടങ്ങിയതാണ് എൻ്റെ ഈ ഒരു കഥ. അപ്പം ആ കഥയിൽ എൻ്റെ ഏറ്റവും ഐ തിങ്ക് എൻ്റെ എൻട്രൻസ് പ്രിപ്പറേഷനിൽ ഏറ്റവും വേർസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ +1 ആയിരിക്കും, +1 കോച്ചിങ് ആയിരിക്കും. അപ്പം അതാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റിന് ആക്ച്വലി 10th കഴിഞ്ഞ ആളുകൾക്ക് +1ലെ സബ്ജക്ട്സും +1ലെ സിലബസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു വലിയ വാസ്റ്റ് സിലബസ് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരുടെയും കേസിൽ അങ്ങനെയുള്ള പോലെ തന്നെ എൻ്റെ കേസിലും അങ്ങനെ തന്നെ ഉണ്ടായി. പിന്നെ പെട്ടെന്ന് എന്തോ എൻട്രൻസ് കോച്ചിങ് നമ്മൾ ആ കോച്ചിങ്ങിലൊന്നും പോയി ശീലമല്ലേ, നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ ചെയ്തല്ലേ ശീലമുള്ളൂ. അപ്പം എനിക്ക് ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയമായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ വെക്കേഷൻ കാലഘട്ടം തീർന്നു പോയത്. അത് 2016 നമ്മളൊരു സമ്മർ വെക്കേഷൻ ഉണ്ടാവില്ല, ആ സമയം മൊത്തം ഇതിനു വേണ്ടി ഞാൻ തീർത്തു. ഏപ്രിലും മെയിലും കംപ്ലീറ്റ് കണ്ടിന്യൂസ്ലി ഡെയിലി ക്ലാസ് ആയിരുന്നു. സോ ഞാൻ അതിന് പോയി, ഓക്കെ ആയിട്ട് പോയി എന്ന് പറയാം. ഭയങ്കര നൈസ് ആയിട്ടില്ല, എന്നാലും ഓക്കെ ആയി പോയി. ഭയങ്കര മോശമല്ല നൈസും അല്ല, ഞാൻ പിടിച്ചു നിന്നു എങ്ങനെയൊക്കെയോ. പക്ഷേ ഐ തിങ്ക് +1 ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം അതായിരുന്നു എൻട്രൻസ് കോച്ചിങ്ങിൽ. പിന്നെ എൻ്റെ ഗ്രാഫ് താഴ്ന്നു വരാൻ തുടങ്ങി. ബിക്കോസ് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു സ്കൂളിൽ. അപ്പോൾ +1 സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തപ്പം സ്കൂളിലെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്കൂളിലുള്ള ഓർഡറൊക്കെ ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും. ഇപ്പം ബയോളജീൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം റേസിൽ ഫ്രണ്ട് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, നോർമൽ ആയിട്ടുള്ള ഓർഡർ തന്നെ ആയിരിക്കും. പക്ഷേ സ്കൂളിൽ ടീച്ചേഴ്സ് എടുക്കുന്നത് പറഞ്ഞാൽ ബാക്ക് നിന്നായിരിക്കും. അപ്പം എനിക്ക് അത് രണ്ടും ഇങ്ങനെ ഓൾറെഡി വാസ്റ്റ് സിലബസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ സമയത്ത് നമുക്ക് 10th നിന്ന് വരുന്ന ഒരു കുട്ടി +1ലോട്ട് വരുമ്പം ഒബ്വിയസ്ലി അവർക്ക് അത് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയി തോന്നുന്നു. അപ്പം എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായി. അപ്പം എനിക്കിങ്ങനെ ഭയങ്കര പരാതികളൊക്കെ തന്നെ ആയിരുന്നു, ഇങ്ങനെ എനിക്ക് പറ്റണില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി, ഈ ക്ലാഷ് ഓഫ് ദ പോർഷൻസ്. അത് വെച്ചാൽ ഇപ്പുറത്തുനിന്ന് അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. പിന്നെ എനിക്കൊരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ സ്കൂളിലെ ഒരു പോർഷൻസിന് അതിനൊന്നും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറഞ്ഞു. ഞാൻ ആ റേസിൽ പോയ ആ ഒരു എഫക്റ്റിൽ റേസിന്റെ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. കാരണം എൻ്റെ മനസ്സിൽ സ്കൂളിലെ ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങലോ +1ലോ +2ലോ മാർക്ക് വാങ്ങലോ ഒന്നുമല്ല. എൻ്റെ മൈൻഡിൽ പറഞ്ഞാൽ ഫസ്റ്റ് ചാൻസിൽ MBBSന് സീറ്റ് കിട്ടുക, ഫസ്റ്റ് ചാൻസിൽ നീറ്റ് ക്രാക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ആഗ്രഹം വെച്ച് മുന്നോട്ട് നിൽക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അതേ ഞാൻ എൻ്റെ മൈൻഡിൽ കാണുന്നുള്ളൂ. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ കാണുന്നില്ല മൈൻഡിൽ. അപ്പോൾ സ്കൂളിനെ ഞാൻ കുറച്ചൊരിങ്ങനെ ബാക്കാക്കി വെക്കാൻ തുടങ്ങി. അപ്പം പക്ഷേ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ നമ്മുടെ സ്കൂളിലുള്ള എക്സാംസിനൊക്കെ എനിക്ക് മാർക്ക് ചെറുതായിട്ടൊന്ന് കുറയാൻ തുടങ്ങി. അപ്പം മീൻസ് എൻ്റെ പൊതുവേ ഉള്ള ഒരു റേഞ്ചിൽ നിന്ന് എനിക്ക് കുറയാൻ തുടങ്ങി. അപ്പം എന്നെ അത് ഭയങ്കരമായി മെന്റലി ബാധിച്ചു. കാര്യം എന്താ വെച്ചാൽ റേസുള്ള എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കിലും എക്സാം നടത്തി എക്സാമിനോടൊരു ഭയം ഇല്ലാതായി. പക്ഷേ സ്കൂളിൽ എപ്പോഴെങ്കിലും വരുന്ന എക്സാമിന് എനിക്ക് മാർക്ക് കുറയുമ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ വേറെ കാര്യം പറ്റിയെന്താ വെച്ചാൽ ഞാൻ +1 പഠിക്കുമ്പോൾ സ്കൂളിലെ ക്യാപ്റ്റനായി. സ്കൂളിലെ ക്യാപ്റ്റൻ ആവുക ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്, ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല. വെച്ചാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പോകണം, എല്ലാ അസംബ്ലിക്കും നമ്മൾ പോയി സ്പീച്ച് പറയണം, എല്ലാ പരിപാടിക്കും പോയി നമ്മൾ ഇൻട്രൊഡക്ടറി സ്പീച്ച് പറയണം, വോട്ട് ഓഫ് താങ്ക്സ് കൊടുക്കണം, അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്യണം, എല്ലാത്തിനും ഒരു മുന്നിട്ട് നിൽക്കണം. അപ്പം സ്കൂൾ ക്യാപ്റ്റൻ ആവുക ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി ടാസ്ക്. അപ്പം അന്ന് സ്കൂൾ ക്യാപ്റ്റൻ എന്നുള്ളൊരു സംഭവം ഏറ്റെടുത്തത് എന്തിനായിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അല്ല, എന്തായാലും എനിക്ക് നല്ലൊരു മെമ്മറി തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിലും ഇൻവോൾവ് ആണെന്ന് പറയും. പക്ഷേ എൻ്റെ മുന്നിൽ ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞ സംഭവം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചൊരു ബുദ്ധിമുട്ടായി. അതർവൈസ് ഞാൻ എന്തായാലും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിലുള്ള മിക്ക പരിപാടികൾക്കും പോവുമായിരുന്നു. ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് എന്തായാലും പോകണം. അപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിൽ എന്തായാലും എനിക്ക് നിർബന്ധമായും പോകണം. പാട്ട് പാടുന്ന എല്ലാ ഐറ്റംസിനും എനിക്ക് പോയേ തീരും. സോ അപ്പം ആ ഒരു സംഭവം ഒക്കെ കാരണം എല്ലാ പരിപാടിക്കും നിൽക്കുകയും ചെയ്യും, ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. സോ അങ്ങനെ ഒരു സംഭവം വന്ന് എനിക്ക് ഭയങ്കര ഞാൻ ടയേർഡ് ആവാൻ തുടങ്ങി. കാരണം ബിക്കോസ് എല്ലാ ദിവസവും നമ്മൾ സ്കൂളും ഉണ്ട്, പിന്നെ എനിക്ക് സൺഡേ ഞാൻ ഭയങ്കര ടയേർഡ് ആവുന്ന ഒരു കൂട്ടത്തിൽ. എനിക്ക് അങ്ങനെ വേഗം
ക്ലാസ്സിലൊന്നും പോയി ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായി നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പം എനിക്ക് എപ്പോഴും ഒരു എന്താണ് എനിക്കിപ്പോഴും ഒരു വീക്കിൽ എനിക്ക് എപ്പോഴും നല്ലൊരു ടൈം ഓഫ് ഇത് വേണം, റെസ്റ്റ് വേണം, നല്ലൊരു ടൈം റെസ്റ്റ് എടുക്കാൻ വേണം. അപ്പം ഇതിപ്പം നമുക്കിപ്പം കോളേജിൽ പോലും ഇപ്പം സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട്, സൺഡേ ലീവില്ല. പക്ഷെ നമ്മളിപ്പോൾ അവിടെ എന്റെ കേസ് പറഞ്ഞാൽ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യാണ്. സ്കൂൾ ഇപ്പം സാറ്റർഡേ വരെ ഉണ്ടാവും, മൺഡേ ടു സാറ്റർഡേ, ആൻഡ് എനിക്ക് സൺഡേ റേസിൽ പോവേണ്ടി വരും. അപ്പം ഇനിയിപ്പം സൺഡേ എന്നല്ല, വാട്ട് എവർ ലീവ്, നമുക്ക് എന്ത് ലീവ് കിട്ടുകയാണെങ്കിലും സൺഡേ, സെക്കൻഡ് സാറ്റർഡേ, എല്ലാ ലീവിനും നമ്മൾ എവിടെ പോകേണ്ടി വരുന്നുണ്ട്, ഈ റേസിൽ പോകേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതൊരു ചെറിയൊരു പ്രോബ്ലം എനിക്ക് മാറി 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 നമ്മളിപ്പം കൂടുതൽ ഇൻഫർമേഷൻ, പിന്നെ പിന്നെ എന്താണ് അതെല്ലാം കൂടെ കുഴഞ്ഞു മാറി എല്ലാം കൂടെ ഉള്ളതും കൂടെ ഇല്ലാതാവുക വെച്ചാൽ, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കാൻ 24 മണിക്കൂർ ഇരിക്കുന്നു. പക്ഷെ എല്ലാം കൂടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി കൊളായി, കോൺഫിഡൻസ് പോയി, അങ്ങനെയായി ഇങ്ങനെയായി, എല്ലാം കൂടെ ഒരു അവിയൽ പരിവായി അവസാനം +1 നല്ല ലോക്കലായി മാറി. അങ്ങനെ +1 കഴിഞ്ഞ് +2 കുറച്ച് സ്റ്റാർട്ടിങ് കുറച്ച് വരെ സ്കൂൾ ക്യാപ്റ്റൻ ആ ഒരു സംഭവം ഉണ്ടായി. പിന്നെ സ്കൂൾ ക്യാപ്റ്റൻ മാറി. അങ്ങനെ +2ന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഈ പ്രശ്നം പിന്നെയും വന്നു. അതായത് സെയിം സിറ്റുവേഷൻ, റേസിൽ വേറെ പൊസിഷൻസ് എടുക്കുന്നു, സ്കൂളിൽ വേറെ പൊസിഷൻസ് എടുക്കുന്നു. അത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അപ്പം അവർക്ക് ഒരു ടാസ്ക് അല്ല അത്. പക്ഷെ എനിക്ക് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഓർഡറിന്റെ ഒരു ചെറിയ പ്രശ്നം, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ രണ്ടും പോകണം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിപ്പോ എനിക്ക് കോളേജിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്, പഠിക്കുന്ന കേസിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ അത് +2ലും ഇങ്ങനത്തെ ഒരു സെയിം സാധനം കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പൊ +2 ഇതൊക്കെ കാരണം എനിക്ക് എന്താണ്, എന്റെ സ്കൂളും പോയി, എൻട്രൻസ് കോച്ചിങ് എങ്ങും പോയി, അങ്ങനത്തെ സിറ്റുവേഷനിലായി. ബട്ട് +2 ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്റെ സീരിയസ്നെസ് അങ്ങനെ കയറി വരാം. കാരണം ബോർഡ് എക്സാം വന്ന് നമുക്ക് ഇനി വേറൊന്നും മാറ്റിവെക്കാൻ, വേറൊന്നും ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടില്ല, ബോർഡ് എക്സാം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം ഞാൻ അവിടെ എന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് കുറച്ച് ഒരു ഫിനിഷിംഗ് പോയിന്റ് വെച്ചു. ഒരു 10% ഒക്കെ എൻട്രൻസ് പ്രിപ്പറേഷൻ ചെയ്തു, ബാക്കി ഒരു 90% ഞാൻ സ്കൂളിലേക്ക് ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാനൊരു ഡിസംബർ ജാനുവരി ആ സമയത്താണ്, മാർച്ചിലാണ് നമ്മുടെ എക്സാം വരുന്നത്. പിന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് മാത്സ് ഉണ്ട്. മാത്സ് എന്താണ്, മാത്സ് നല്ല നോളജ് വേണം. ഞാൻ മാത്സ് എടുത്ത ആളായിരുന്നു, ബയോ മാത്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ എന്താണ്, സ്കൂളിൽ കുറച്ചുകൂടി ഹെക്റ്റിക് ആയിരിക്കും, സ്കൂളിലുള്ള സാധനങ്ങൾ എമൗണ്ട് പഠിക്കാൻ കൂടുതലായിരിക്കും. അപ്പം മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിക്കണ്ടേ. ഇതൊരു കോമഡി എന്ന് വെച്ചാൽ, എനിക്ക് ബോർഡ് എക്സാം എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അല്ല. അതിനാണ് ഞാൻ കോച്ചിങ്ങിന് പോകുന്നത്, കൂടുതൽ പഠിച്ചതൊക്കെ ഇത്രയും കാലം. എന്നിട്ട് എനിക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ വന്ന ഇംഗ്ലീഷിനും മാത്സിനായിരുന്നു. ഇംഗ്ലീഷിന് ടോപ്പറൊക്കെ ആയി. അപ്പം അതാണ്, ഞാൻ ഒട്ടും പഠിക്കാത്ത സാധനത്തിന് മാർക്ക് കിട്ടി. അപ്പോഴും ഞാനിങ്ങനെ സങ്കടപ്പെട്ടു. അതായത് എനിക്ക് എന്താണ് ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇങ്ങനെ, അതായത് മാത്സിനും എന്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് മാത്സിനും ഇംഗ്ലീഷിനും ഇത്ര മാർക്ക് കിട്ടിയിട്ടില്ല. +2 ഞാൻ ഇത്രയും എന്താണ് കെമിസ്ട്രിക്കും ബയോളജിക്കും ഫിസിക്സിനും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും മാർക്ക് കിട്ടിയത് ഇംഗ്ലീഷിനും മാത്സിനാണ്. സോ എനിക്ക് എന്തോ ലൈക്ക്, ഞാൻ ഇനിയിപ്പോ ഇതിന് സ്യൂട്ട് അല്ലേ എന്നുള്ള ഫീലിംഗ് പോലെ, നമുക്ക് കോൺഫിഡൻസിന് വല്ലാണ്ട് മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു, റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തു. ബോർഡ് എക്സാം കഴിഞ്ഞു. അതിനുശേഷം തന്നെ ഞാൻ നീറ്റ് എഴുതാനുള്ള റെഡിയായി, അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു, അതൊക്കെ റെഡിയായി. ഐ ഹാവ് 1 മന്ത് മുന്നില്. അപ്പം ഞാൻ ഈ 1 മന്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അങ്ങാനും എനിക്ക് കിട്ടിയാലോ, അടുത്തൊരു എന്താണ് അടുത്തൊരു എന്റെ ഫസ്റ്റ് ചാൻസിൽ കിട്ടാനുള്ള ആഗ്രഹം അവിടെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പൊ അടുത്തൊരു വലിയൊരു ആഗ്രഹം അതാണ്, എന്ന് വെച്ചാൽ 30 ദിവസം കൊണ്ട് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യും, അതാണ് എൻ്റെ ഇത്. അങ്ങനെ ഞാൻ 30 ദിവസം മാക്സിമം ട്രൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പഠിച്ചതിലും ഞാൻ ഈ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്. ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ പഠിച്ചില്ലായിരുന്നു, ആ സമയത്തിൽ ഞാൻ ഈ സമയം ഏറ്റവും കൂടുതൽ പഠിച്ചു. ബിക്കോസ് ആ ഒരു മന്ത് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ബേസ് ഉണ്ട് എൻ്റെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും. ഈ മൂന്നെണ്ണത്തിൽ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ബേസും, ഞാൻ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു ആ സമയത്ത്. +2 കഴിഞ്ഞ ഞാനാണ്, എനിക്ക് കുറേ കുറേ +2 കഴിഞ്ഞപാട് നമുക്ക് കുറേ ചാൻസ് ഉണ്ട് നമ്മൾ വഴിതെറ്റി പോകാനും, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനും, നമ്മൾ മൈൻഡ് പോകാനും ഒക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ നീറ്റ് കൊടുത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായി. ആ ഡിറ്റർമിനേഷൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് നീറ്റിന്റെ കാര്യത്തിൽ. കാര്യം എനിക്ക് നീറ്റ് ഒഴിവാക്കേണ്ടി വന്ന ചാൻസ് ഉണ്ടായിട്ടുണ്ട്. നീറ്റ് ഡ്രോപ്പ് ചെയ്യാനും വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ചാൻസ് വന്നിട്ട് ഒരിക്കലും ഞാൻ നീറ്റിനെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. ഡിറ്റർമിനേഷൻ എന്നുള്ള സാധനമുണ്ട്, എനിക്കിത് നേടണം എന്ന് ഞാൻ വിചാരിച്ചു, അത് ഞാൻ നേടിയിട്ടേ പോകുന്നു. അന്നത്തെ ഒരു ഉറച്ച തീരുമാനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഐ നോ എനിക്കൊരു മാസം കൊണ്ട് കിട്ടാൻ പോകുന്നില്ല, ബട്ട് ഞാൻ എവിടുന്ന ഒരു ധൈര്യം കൊണ്ട് അത്രയും പഠിച്ചു. നമുക്കിപ്പോ കിട്ടൂല എന്ന് വിചാരിച്ച ഒരു സാധനം ഉറപ്പാണ് എനിക്ക് കിട്ടൂല ഒരു മാസം കൊണ്ടൊന്നും. പക്ഷെ എന്നെ എന്താണ് അത് പഠിക്കാൻ പ്രേരിപ്പിച്ചെന്ന് എനിക്കറിയില്ല. അതാണ് നിങ്ങളടുത്ത് പറയുന്നത്. എന്താ വെച്ചാലും, നമ്മൾ എപ്പോഴെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫെയിൽ ആയിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ എന്തിനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടെന്ന്. പക്ഷെ നമ്മൾ ലൈഫിൽ കഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല, നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ,
ഞാനൊരു മാസം ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് 2018 നീറ്റാണ്. അത് രാവിലെയായിരുന്നു. അപ്പോൾ രാവിലെ ആ മോക്ക് ടെസ്റ്റ് ചെയ്താറ് 9 തൊട്ട് 12 മണി വരെ ആ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. അപ്പം ഞാൻ ആ സമയത്ത് നന്നായി പ്രിപ്പയർ ചെയ്തു. എനിക്ക് കിട്ടിയ റാങ്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് റാങ്ക് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കേരള റാങ്ക് എനിക്ക് 5900 സംതിങ് ആണ് എനിക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടുന്നത്. അപ്പം 5900 സംതിങ് ഞാൻ അത്രയും മോശം പ്രിപ്പറേഷൻ ആയിരുന്നു എൻ്റെ +1 +2 ചെയ്തത്. ആ ഒരു മോശം പ്രിപ്പറേഷൻ വെച്ച്, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലായിരുന്നു. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ്ലി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ക്വാളിറ്റേറ്റീവ്ലി ഭയങ്കര മോശമായിരുന്നു. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഇപ്പം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 5900 ഒക്കെ കിട്ടുന്നത് ഈസ് വെരി ഗ്രേറ്റ് തിങ് അക്കോർഡിംഗ് ടു മീ. അപ്പം ഞാൻ എനിക്കതൊരു ശരിക്കും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് 5000 അല്ല 10,000 ആണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകും. എനിക്കിത് കിട്ടിയേ തീരൂ എന്നുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിലുണ്ട്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ബ്രില്യനിലാണ്. അങ്ങനെയാണ് എൻ്റെ ബ്രില്യനിലെ സ്റ്റോറി തുടങ്ങുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ +1 +2 എനിക്ക് റേസ് എന്ന കോച്ചിങ്ങും എല്ലാം ഭയങ്കര ബെസ്റ്റ് ആയിരുന്നു. ഒരു എന്താണ് ഒരു +1 +2 കാരിക്ക് കൊടുക്കേണ്ട ഒരു കോച്ചിങ് സത്യം പറഞ്ഞാൽ റേസ് നന്നായി തന്നിട്ടുണ്ട്. ദ പ്രോബ്ലം ഇസ് എനിക്ക് ആ ടൈം ഒരു എൻട്രൻസ് കോച്ചിങ്ങിന്റെ ആവശ്യമില്ലായിരുന്നു എനിക്കിപ്പം തോന്നുന്നു. എനിക്ക് ആ സമയത്ത് CBSE സത്യം പറഞ്ഞാൽ CBSE സ്കൂളിൽ പഠിച്ചിട്ട് നമ്മൾ എൻട്രൻസ് കോച്ചിങ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണമെന്നില്ല. ബട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ സ്റ്റേറ്റിൽ ചേർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചില സമയത്ത്. കാരണം ഇഫ് യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ എൻട്രൻസ് കോച്ചിങ് നമുക്ക് സ്റ്റേറ്റ് സ്കൂളായിരിക്കും കൂടുതൽ ഭേദം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പേഴ്സണലി. പിന്നെ ഞാൻ സ്റ്റേറ്റിൽ പഠിച്ചിട്ടില്ല, എനിക്കത് അറിയില്ല. CBSE സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളെ എന്താണ് എക്സാം ഒക്കെ കുറച്ചും കൂടെ പിടിച്ചു വലിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. മാർക്കൊന്നും ഇട്ടേരില്ല, ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. CBSE പറഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ തരില്ല നമ്മളെ മാർക്സ് ഒന്നും നമുക്ക്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ റേസ് നല്ലൊരു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു ബാഡ് ഓർമ്മയല്ല റേസ് നല്ല രീതിയിൽ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ബ്രില്യൻ ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ബ്രില്യനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ ദീദി അവിടെ പഠിച്ചത്. സോ എനിക്ക് ആ ഒരു പാത തന്നെ ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പം എനിക്ക് അത് തെറ്റിച്ച് വേറൊരു ഒരു ഇതിലേക്ക് പോകണം എന്നില്ല. അപ്പം ഞാൻ ആ ഒരു വഴിക്ക് തന്നെ പോയി ബ്രില്യൻറ്റിൽ ചേർന്നു. ബാക്കി എൻ്റെ ബ്രില്യൻറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ നല്ല വിശദമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ റിപ്പീറ്റിംഗ് കാലഘട്ടത്തിൻ്റെ കഥ. ഞാൻ ഇവിടെ ചുരുക്കമായിട്ട് പറയാം. ഞാൻ അവിടെ പോയി അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ നല്ല ഹോസ്റ്റലിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നല്ല ക്ലാസ് ആയിരുന്നു, അവിടുത്തെ നല്ല ഹോസ്റ്റലായിരുന്നു. ഫുഡിന്റെ കാര്യത്തിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടോ. ആദ്യം ഭയങ്കരമായിട്ടുണ്ടായി, പിന്നെ അത് കുഴപ്പമില്ലാണ്ടായി, പിന്നെ വലിയ ഒരു കുഴപ്പമില്ലാണ്ടായത്. പക്ഷെ ദ പ്രോബ്ലം വാസ് എനിക്ക് അന്നും ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തത് എനിക്കത് ആ ഒരു ഓവർലോഡ് പറ്റണില്ല എന്നായിരുന്നു. പിന്നെ വേറെ കുറെ കാരണത്തിൽ നമുക്കിപ്പം എന്താണ് ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബട്ട് ഡ്യൂ ടു സം പ്രോബ്ലംസ് എനിക്ക് എന്തോ പറ്റിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് തന്നെയുള്ള എൻ്റെ റിപ്പീറ്റിംഗ് വാസ് ബിഗ് ഫെയിലിയർ എന്ന് എനിക്ക് പറയാം. വലിയൊരു ഫെയിലിയർ ആയിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റാങ്ക് എന്ന് പറഞ്ഞാൽ കേരള റാങ്ക് 5000, ഐ തിങ്ക് ഇറ്റ് വാസ് 5300 or 400 സംതിങ്. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് റാങ്ക്. പക്ഷേ ഓൾമോസ്റ്റ് ഇറ്റ് വാസ് ലൈക്ക് 5300 or 5400. സി കഴിഞ്ഞതിൽ എനിക്ക് കിട്ടിയത് 5900. ഒരു വർഷം ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തതിന് ശേഷം എന്നിട്ട് എനിക്ക് ഇതാണ് കിട്ടിയത് മാർക്ക്, എനിക്കിതാണ് കിട്ടിയത് റാങ്ക്. അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ എന്താണ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്ത്, ശരിക്കും ഞാൻ എന്തോ ചെയ്തു ഒരു വർഷം എന്നുള്ളൊരു ഫീലിംഗ്. ഇനിയിപ്പോ ഇനി ഒരു വർഷം കൂടെ എടുത്ത് ഡ്രോപ്പ് ചെയ്ത് എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എനിക്ക് ചിന്തിച്ചൂടെ? പക്ഷെ എന്തോ പഠിച്ചോ എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിൽ ഇനിയിപ്പോ ഞാൻ അടുത്ത വർഷവും പഠിച്ചിട്ട് ഇമ്പ്രൂവ് ആയാലും ഇല്ലെങ്കിലും അടുത്ത വർഷം എനിക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യണം. ഒരു നീറ്റും കൂടെ ഇനി വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ എഴുതും. ആ ഒരു സംഭവം ഞാനിത് MBBS വിട്ട് ഒരു സാധനം ആലോചിക്കണ പോലില്ല. എനിക്കത് വേണ്ട. എൻ്റെ മനസ്സിൽ MBBS പോയാൽ മതി. ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ഡോക്ടറായി കണ്ടുപോയി. എനിക്ക് വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ഐ ഡിഡന്റ് ഹാവ് എ പ്ലാൻ ബി. എനിക്ക് അങ്ങനെ സംഭവം ഇല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എൻ്റെ പേരൻസിനും അതെ ഒന്നും തിങ്ക് ചെയ്യാനില്ലായിരുന്നു. റിപ്പീറ്റിന് പോവാ, അത്രേ ഉള്ളൂ. ദർ ഇസ് നത്തിങ് എൽസ്, നോ അതർ പ്ലാൻസ്. സോ എൻ്റെ പേരൻസിനെ പറ്റി ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോലും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. എന്നെ പോലെ തന്നെ അതേ ഡിറ്റർമിനേഷൻ അവർക്കും ഉണ്ടായി. സോ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആയിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആയിരുന്നു എനിക്ക് അവരെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. കാരണം അത്രയും എൻ്റെ കൂടെ എൻ്റെ ലൈഫിൽ ഓരോ ടൈമും അത്രയും നിന്നിട്ടുണ്ട് അവര്. ഒരു സമയത്ത് പോലും
അവര് എനിക്ക് ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് എന്താണ് ഇപ്പൊ എന്റെ അക്കാഡമിക് വൈസ് ആയിട്ടുള്ള കാര്യത്തിന് ഒന്നിനും തന്നെ ഒരു എന്താണ് അത് വേണ്ട എന്ന് അവർക്ക് തോന്നിയാലും തന്നെ അവർ ജസ്റ്റ് ഭയങ്കര സൗമ്യമായി വന്ന് പറയും എന്നല്ലാതെ അവരെന്തായാലും അതെനിക്ക് ഏഹ് തന്നിട്ടുണ്ട് എല്ലാ കാര്യം. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ അവരൊരിക്കലും എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. എന്നെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇനിയും കിട്ടും എന്നുള്ളതും അങ്ങനെ ഒരിക്കലും ഒരു ചീത്ത സംഭവം അവരുടെ അടുത്ത് കിട്ടിയിട്ടില്ല. സോ അങ്ങനെ ഞാൻ പിന്നെ റീ റിപ്പീറ്റിന് ചേർന്നു ബ്രില്യനിൽ. റീ റിപ്പീറ്റിംഗ് ഇയർ വാസ് നല്ലൊരു വർഷമായിരുന്നു. എനിക്ക് നല്ല ഹോസ്റ്റൽ കിട്ടി അവിടെ, നല്ല ബ്രില്യനിൽ നല്ലൊരു ഫുഡ്. അവിടെ എനിക്ക് പൈസ കുറവായിരുന്നു കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 5000 സംതിങ് കേരള റാങ്ക് ഉള്ളതുകൊണ്ട് എനിക്ക് റാങ്ക് വെച്ച് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ഹോസ്റ്റൽ കിട്ടി. പ്ലസ് ടു ഞാൻ ചേർന്ന ബോർഡ് എക്സാമിന്റെ മാർക്ക് വെച്ചിട്ടായിരുന്നു. ഇതിപ്പോ എനിക്ക് നീറ്റിന്റെ റാങ്ക് വെച്ചിട്ടായിരുന്നു. സോ നല്ല ഹോസ്റ്റലും കിട്ടി, എല്ലാം ഓക്കെ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു, എല്ലാം കറക്റ്റ് ആയിരുന്നു, എല്ലാം പക്കായിരുന്നു. ഐ സ്റ്റഡീഡ് എ ലോട്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാലത്തിനേക്കാളും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാലത്ത് ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് ഉഴപ്പിയിട്ടുണ്ടായി. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എവിടെയൊക്കെ ഒരു ഉഴപ്പുണ്ടായി. ഞാൻ ആ ഒരു സീരിയസ്നെസ്സിൽ എൻ്റെ റിപ്പീറ്റിംഗ് ഇയർ കണ്ടിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഞാൻ ഒരു കോളേജിൽ ചേർന്നൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്കുള്ളത്. ഞാൻ ആ ഒരു സീരിയസ്നെസ് കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സീരിയസ്നെസ് തന്നെ കണ്ടു. ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടായി. അത്യാവശ്യം നല്ല ടൈം എടുത്ത് നല്ല പഠിച്ചു. എനിക്ക് ഞാൻ ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ലാത്ത, ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത കാലത്തിനെ ആലോചിച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു ആ കൊല്ലം. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന കാലം ഞാൻ കുറച്ച് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു സമയമായിരുന്നു. അപ്പം ഞാൻ അത്രയൊക്കെ പഠിച്ചു. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാല് ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാനൊരു നല്ലൊരു ഫോമിൽ പോകുമ്പോൾ എപ്പോഴും എനിക്കുള്ളതാണ് ലൈഫിൽ മിക്ക സമയത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ നല്ലൊരു ഫോമിൽ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ നന്നായി മാർക്കൊക്കെ വാങ്ങി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ ആയിട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കര നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് അവിടെ ഫ്ലഡ് വന്നു, കോട്ടയത്ത് മാത്രം, പാലയിൽ മാത്രം. ഐ വാസ് ലൈക്ക്, ഞങ്ങള് ബ്രില്യന്റ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ മീനാച്ചില്ലാറിന്റെ അവിടെയാണ്. എന്ന് വെച്ചാൽ ബ്രില്യന്റ് ഹോസ്റ്റലൊക്കെ ഞങ്ങൾ ഏറ്റവും നല്ല എഫക്ട് ചെയ്ത സ്ഥലമാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ താഴത്തെ ഫ്ലോറിൽ മൊത്തം വെള്ളം കയറി. മുകളിലാണ് അന്നത്തെ ദിവസം എല്ലാ കുട്ടികളും മുകളിലത്തെ 2 ഫ്ലോറിലാണ് കിടന്നൊക്കെ. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു. അന്ന് വീട്ടിലേക്ക് വിട്ടു. പിന്നെ ഒരു വലിയൊരു ബ്രേക്ക്, ഒരു കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക്. അതിനുശേഷം എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി തിരിച്ച് എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടാന്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കോമഡി എന്താ വെച്ചാൽ അത് 2018 മെയിൻ ഫ്ലഡ് അല്ല കേട്ടോ. പിന്നെ വന്നല്ലോ 2018 ഒരു മെയിൻ ഫ്ലഡ്. ആ പിന്നെ ആ ഒരു ഫ്ലഡും കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫ്ലോ പോയി. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഫ്ലോ പോക്കിയ സാധനം. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു ഫ്ലഡ് വന്നുകൊണ്ട് എന്തിനാ ഫ്ലോ പോക്കുന്നത്? പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ നല്ല അഡാപ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഫ്ലോ പോകും. അങ്ങനെയാണ്. അപ്പം ഞാന് അപ്പം അപ്പം ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ന് വെച്ചാല് നല്ലോണം പഠിച്ചു വന്നൊരു സമയം ഇങ്ങനെ ഓരോ സമയത്ത് വീട്ടിൽ പോയി എക്സാംസിനൊന്നും അപ്പൊ നമുക്ക് ഈ ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാംസ് എപ്പം വരും, ഇനിയിപ്പോ എപ്പോഴാണ് ക്ലാസ് തുടങ്ങാമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പോയി ഒരു ഇതില്ലാണ്ടാവും. എനിക്ക് ആ ഒരു ടച്ച് വിട്ടു പോയി. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ പറയുന്നത് അതൊരു ഫാക്ടർ ആയിരുന്നു. ഫ്ലഡിന്റെ കാര്യം ഞാൻ എന്തായാലും പറയണം. ബ്രില്യന്റ് എന്റെ റിപ്പീറ്റ് സ്റ്റോറി വരെ ഞാൻ എപ്പോഴും പറയാൻ മനസ്സിൽ വെച്ചൊരു കാര്യമാണ്. അപ്പം ഇതിപ്പോ പറയുമ്പോ ഇത്ര സില്ലി ആയിട്ടാണ് കേട്ടോ. അത് അന്ന് നടന്ന സംഭവം മീൻസ് അപ്പൊ നമുക്ക് നടന്ന കാര്യം എനിക്ക് ഇത്ര ഒരു പവർഫുൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റൂലല്ലോ. അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് അന്ന് ഉണ്ടായത്. ഭയങ്കര ഒരു ഡിസാസ്റ്റർസ് ഫീലിംഗ് ആയിരുന്നു. നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ഫ്ലഡ്. അപ്പൊ അന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഫോണില്ല, മീൻസ് ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോൺ ഇല്ല നമ്മുടെ കയ്യിലൊന്നും. ജസ്റ്റ് പേരൻസിനെ വിളിക്കാൻ ചെറിയൊരു ഫോണല്ലേ. ഹോം സിക്നസ് നന്നായി കയറി വന്നിട്ടുണ്ട്. എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഹോം സിക്നസ് ആണ്. എനിക്ക് തീരെ പറ്റില്ല. എനിക്ക് വീട്ടുകാരെ ഇല്ലാണ്ടേ പറ്റൂല. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ്, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ്, ഇപ്പോഴാണെങ്കിലും എനിക്കേ പറ്റൂല. അപ്പം ആ സമയത്ത് ഫോണും ഇല്ലല്ലോ. അപ്പം ഒരു ഹോം സിക്നസ് ഒക്കെ കൂടി എനിക്ക് റിപ്പീറ്റിംഗ് കാലഘട്ടമേ ആലോചിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദ ഫോൾട്ട് ഓഫ് ബ്രില്യൻറ്റ്. എനിക്ക് എൻ്റെ ഒരു നല്ലൊരു കാലമേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഫോണൊന്നും ഇല്ല, ഒരു സുഖമില്ലാത്ത കാലഘട്ടം. അപ്പം അതൊക്കെ കഴിഞ്ഞ് റിപ്പീറ്റിംഗ് കയറി. ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റിംഗിന്റെ സമയത്തും ഫ്ലഡ് വന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്റെ ബ്രില്യനിൽ കയറിയിട്ട് 3 പ്രാവശ്യം കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായി ബ്രില്യനിൽ ഞാൻ കയറിയതിനു ശേഷം. അതായത് ഇത് ലോക്കലൈസ്ഡ് ആയ ഫ്ലഡ് എനിക്ക് ഓർമ്മയില്ല. ഇത് കുറച്ച് ലോക്കലൈസ്ഡ് ആയ ഫ്ലഡ് ആയിരുന്നു തോന്നുന്നു. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കേരളത്തിനെ മൊത്തം ബാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ നന്നായി ബാധിച്ചു. ഞാൻ പറഞ്ഞില്ലേ മീനച്ചില്ലാറൊക്കെ നന്നായിട്ട് വെള്ളം പൊങ്ങി, ബ്രില്യനിലൊക്കെ നന്നായിട്ട് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യത്തെ ഫ്ലഡിന് വിട്ടപ്പോൾ എന്നെ വലിയ ബാധിച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത് മേ ബി എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പൊ അത് കാരണമായിരിക്കും. അങ്ങനെ റിപ്പീറ്റിംഗ് കാലം സത്യം നന്നായി ഞാൻ യൂട്ടിലൈസ് ചെയ്തു. മാർക്കൊക്കെ കുറച്ച് ഇങ്ങനെ ആദ്യം നന്നായി മാർക്ക് ഉണ്ടായി, പിന്നെ കുറഞ്ഞു പോയിണ്ടായിട്ടോ.
പക്ഷേ എനിക്ക് മനസ്സിലുണ്ടായി ഞാൻ അവസാനത്തേക്ക് പഠിച്ചെടുക്കും. അപ്പൊ എല്ലാം കൂടെ അവസാനം ലാസ്റ്റ് ആയിണ്ട് ഏകദേശം. എന്ന് വെച്ചാൽ മോഡൽ എക്സാം ഒക്കെ ആവുന്ന സമയം. ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഭയങ്കര നന്നായി പഠിക്കാൻ തുടങ്ങി. നമ്മള് ബ്രില്യന്റിന്റെ മൊത്തം പിള്ളേരെ തന്നെ പകുതിയാക്കും. 2 ഹാഫ്സ് ആക്കിയിട്ട് ആ ഒരു ഹാഫിന്റെ കൂടെയായിരിക്കും നമ്മൾ മൊത്തം കോമ്പീറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഫുൾ നന്നായി പഠിച്ച് അത്യാവശ്യം നല്ല റാങ്കിൽ ഇങ്ങനെ കേറി അങ്ങനെ നന്നായി പഠിച്ച് നല്ല റെഡിയായി വരുമ്പോഴാണ് ആര് വന്നത്? കോവിഡ്. കോവിഡ് വന്നതോടെ ഫണ്ണായി. കോവിഡ് വന്നതോടെ എന്താണ് എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഫണ്ണായിണ്ടാവും. കോവിഡ് വന്നിട്ട് എന്താണ് പക്ഷെ അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. ചില ആൾക്കാർക്ക് അത് വീട്ടിൽ പോയിട്ടും മുന്നോട്ട് അവരുടെ പഠിത്തമൊക്കെ നല്ല വൃത്തിയായി കൊണ്ടുപോകാൻ പറ്റി. എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഫ്ലോ പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നത്. അപ്പൊ കോവിഡ് വന്നതോടെ നമ്മൾ ചില സാധനങ്ങളൊക്കെ എടുത്ത് കെട്ടും പണ്ടൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോയി അടുത്ത മാസം തുടങ്ങിയിരിക്കും, അടുത്ത മാസം എക്സാം തുടങ്ങിയിരിക്കും, അടുത്ത മാസം അങ്ങനെയൊക്കെ വിചാരിച്ച് ഏത് എക്സാം നമ്മുടെ ബ്രില്യന്റിന്റെ അത് മാത്രമല്ല നീറ്റും കൂടെ പോസ്റ്റ്പോൺ ചെയ്തു. നീറ്റ് പോസ്റ്റ്പോൺ ചെയ്താൽ പിന്നെ എങ്ങനെയെങ്കിലും പണ്ടാരൊന്ന് മെയിൽ തീർന്നാൽ മതി എന്നായിരുന്നു ആഗ്രഹിച്ചത്. അതിങ്ങനെ നീണ്ടു പോയി അവസാനം സെപ്റ്റംബറിലാണ് നീറ്റ് നടക്കുന്നത്. അങ്ങനെ അങ്ങനെ എന്താണ് ഈ സംഭവം എന്താ വെച്ചാല് എന്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഓൺലൈൻ ആയിട്ടുള്ള എക്സാം പറ്റില്ല. എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ എഴുതണം. എനിക്ക് പഠിക്കുന്നതാണെങ്കിലും എക്സാം എഴുതാണെങ്കിലും എല്ലാം എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ വേണം. ഈ ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. അവര് നമ്മളൊക്കെ വീട്ടിൽ പോയ സമയത്ത് അവരെന്താക്കി ഈ ഓഫ്ലൈൻ സംഭവമൊക്കെ മാറ്റി ഓൺലൈൻ ആക്കി മാറ്റി. എനിക്ക് ഈ ഓൺലൈൻ എക്സാം പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റൂല. അതൊരിക്കലും എക്സാം ആയിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ ടൈം മാനേജ്മെന്റ് ഒക്കെ പോയി എല്ലാം പോയി. നമ്മുടെ ഓർഡർ മൊത്തം പോലെ നമ്മളൊരു സാധനം പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് വേറൊരു സാധനത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ അതൊക്കെ ഒരു പ്രശ്നമാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ എന്നെ മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ പണ്ടാരം ഈ കോവിഡ് വന്നിട്ട് എനിക്ക് അങ്ങോട്ട് ഭ്രാന്തായി. അതുമാത്രല്ല ഈ എക്സാം മാറ്റി വെച്ചു. അങ്ങനെ മൊത്തത്തില് ഒരു എന്താണ് മെയ്യിലുള്ള സാധനം സെപ്റ്റംബറിൽ ആയാൽ സിറ്റുവേഷൻ ആലോചിച്ചു. നമ്മൾ പഠിത്തത്തിന്റെ എമൗണ്ട് കുറയും. പിന്നെ നമ്മൾ വിചാരിക്കും കുറച്ച് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല വൃത്തിക്ക് പഠിക്കാം. ഈ സമയം ഒന്ന് ചെറുതായി എൻജോയ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ആയി. പിന്നെ അതേപോലെ തന്നെ സംഭവിച്ചു. കുറച്ച് പിടിവിട്ടു. പക്ഷെ എന്നാലും പഠിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് പിടിവിട്ടു എന്നല്ല. ഞാൻ എവിടെ പോക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ചെറുതായിരുന്ന ആ ഒരു ഇത് വിട്ടു. പക്ഷേ നീറ്റ് എക്സാം എഴുതാൻ പോയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ എഫക്ട് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് തൊട്ട് മുന്നത്തെ നീറ്റ് എക്സാമിനൊക്കെ എന്നെ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ ഒന്നും ബാധിച്ചിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ സെന്റർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മുകളിലേക്ക് പോകണം. നമ്മളിപ്പം റോഡിന്റെ അവിടെ പേരൻസ് ആക്കി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് അവരെ കയറ്റില്ലല്ലോ. റോഡിന്റെ അവിടെ ആക്കിയിട്ട് സ്കൂളിലേക്ക് പോകുന്നൊരു വഴി കുറച്ച് കയറ്റത്തിലേക്കാണ്. കുറച്ച് ചെറുതായൊരു കയറ്റുണ്ട്. അപ്പം ഈ സ്ലോപ്പിലൂടെ പോകുമ്പം ഭയങ്കരമായിട്ട് അത് നല്ല വെയിലത്താ. ഉച്ചക്കല്ല എക്സാം. അപ്പം നല്ല വെയിലത്ത് കയറുമ്പോൾ നമുക്ക് നല്ല തലവേദന വരും. ഒരു പ്രാവശ്യം അങ്ങനെ കയറാം. പക്ഷേ എനിക്ക് പറ്റുന്ന വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ കയറിയിട്ട് ഞാൻ അവിടെ എത്തിയ പുറത്ത് ഞാൻ വെള്ളത്തിന്റെ കുപ്പി എടുത്തിട്ടില്ല. വെള്ളത്തിന് കുപ്പി എടുത്തില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതണ്ട. കാരണം ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റൂല. അപ്പം ഞാൻ തിരിച്ച് അയ്യോ എനിക്ക് വാട്ടർ ബോട്ടിൽ എടുക്കാണ്ട് എന്നിട്ട് അവിടുന്ന് ഞാൻ തിരിച്ച് വന്നിട്ട് അപ്പോഴേക്കും എന്റെ പേരൻസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വാട്ടർ ബോട്ടിലുമായിട്ട്. അങ്ങനെ അവിടുന്ന് വാങ്ങി പിന്നെയും പോകുമ്പോഴേക്കും നല്ല വെയിലുണ്ടായി. ആ വെയിലത്ത് ആ ഒരു ഭയങ്കര വയ്യാണ്ട് ഇതും കയറി എന്താണ് ഈ മലയും കയറി പോയി. നമുക്കാണെങ്കിൽ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാസ്കും പ്രശ്നമാണ്. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോഴേക്കും എനിക്ക് ശ്വാസം കിട്ടാത്തൊരു തലവേദനയായി. ഫുൾ ഒരു എന്തോ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അത് എക്സാമിന് ഭയങ്കര എഫക്ട് ചെയ്തു. ആദ്യത്തെ ബയോളജി എത്തുമ്പോൾ ഒന്നും പ്രശ്നമില്ലായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രിയിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി. തലവേദന ആണെങ്കിൽ എക്സാം മര്യാദയ്ക്ക് ഒരു ടൈമും റെഡി ആയില്ല, ഒന്നും റെഡി ആയില്ല. ഭയങ്കര എന്തായി എനിക്ക് ഇപ്പോഴും സങ്കടം വരുന്നൊരു കാര്യം. ഞാൻ ആ ബോട്ടിൽ വെച്ച് മറന്നുപോയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു നീറ്റ്. കാരണം എനിക്ക് 2 ക്വസ്റ്റ്യൻ ആണ് നീറ്റ് പോയത്. അപ്പം ഞാൻ വിചാരിക്കുന്നു ആ 2 ക്വസ്റ്റ്യൻ എന്റെ ആ തലവേദന കാരണമാണെങ്കിൽ കാരണം പിന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എനിക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പം എനിക്കത് അങ്ങോട്ട് എന്താണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇനി ഒരു കൊല്ലവും കൂടെ പഠിക്കണ്ടേ ആ സംഭവം വന്നു. എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാല് പഠിക്കും ഞാൻ ഒരു കൊല്ലവും കൂടെ. പക്ഷേ ഒരു കൊല്ലവും കൂടെ പഠിക്കണ്ടേ? മനസ്സിലായോ നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഇതിലൂടെ കടന്നുപോയ ആളുകൾക്ക് മനസ്സിലാവും. ഒരു കൊല്ലം കൂടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോഴ്സിൽ നമ്മൾ ചേർന്നിട്ടില്ല. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ചേരുകയും ചെയ്തു. ഇനിയിപ്പോ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത എന്റെ ഫ്രണ്ട്സ് ആണ്. ഇവരൊക്കെ ചേരാൻ പോവാണ്. ഞാൻ ഒറ്റക്കാവാണ്. അപ്പൊ അത് എന്താണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രല്ല പുറത്തുള്ള ആളുകൾ ചോദിക്കാൻ തുടങ്ങും, ഫ്രണ്ട്സ് ചോദിക്കാൻ തുടങ്ങും, ഫാമിലി റിലേറ്റീവ്സ് ചോദിക്കാൻ തുടങ്ങും. ഇങ്ങനത്തെ ഒക്കെ പ്രഷർ ഉണ്ടാവൂലേ എന്നൊക്കെ മനസ്സിലാലോചിച്ചു. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം പിന്നെ അലോട്ട്മെന്റ് വന്നപ്പം അലോട്ട്മെന്റ് വന്ന സമയത്ത് എനിക്ക് ആക്ച്വലി എന്റെ മാർക്ക് 600 ആയിരുന്നു. 610 വരെയുള്ള ആളുകൾ കയറിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കൊല്ലം എയിംസിൽ സ്ട്രേ വേക്കൻസിക്ക് ഒക്കെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ലാസ്റ്റ് ഇതിൽ കിട്ടിയാലോ അങ്ങനെ വരെ പോയിട്ടുണ്ട് എയിംസ് ഡൽഹിയിൽ.
അപ്പം ലാസ്റ്റ് വരെ ഇങ്ങനെ നിന്നതാ ഞാൻ. ഒരു ഫെബ്രുവരി വരെ ഒക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ എക്സാം കഴിഞ്ഞിരുന്നു. നിങ്ങൾ നോക്ക്, ഫെബ്രുവരിയിലൊക്കെ ഓൾമോസ്റ്റ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ആയി എല്ലായിടത്തും. എന്നിട്ടും ഞാൻ നെക്സ്റ്റ് സൂപ്പർ പിറ്റി ആണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. സ്ട്രേ വേക്കൻസിന്റെ ഒക്കെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജൂബിലിയിലൊക്കെ കിട്ടുമായിരുന്നു. നമ്മൾ ടോപ്പ് പ്രൈവറ്റ് കോളേജസ് ഉണ്ടാവില്ല, അതായത് ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞ പാടുള്ള അമല, ജൂബിലി, അതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അപ്പം ഐ വാസ് ലൈക്ക്, എന്ത് ചെയ്യണം? ജൂബിലി ചേരണോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് കോളേജ് ചേരണോ, അല്ലെങ്കിൽ ഒരു വർഷം കൂടെ പഠിച്ചിട്ട് ഗവൺമെന്റ് കോളേജ് ചേരണോ? എനിക്കതിലൊരു സംശയമില്ലായിരുന്നു. എനിക്ക് പ്രൈവറ്റിൽ ചേരണ്ട, അങ്ങനെ പൈസ കൊടുത്തിട്ട് എനിക്ക് MBBS പഠിക്കണ്ട. എന്ന് വെച്ചാൽ പൈസ കൊടുത്ത് MBBS പഠിക്കുന്ന ഒരു തെറ്റായെന്നല്ല, പക്ഷെ എനിക്ക് പേഴ്സണലി അതിനോടൊരു ഒരു നല്ല ഇതില്ല. കാരണം ഞാൻ MBBS പഠിക്കുന്ന പറഞ്ഞാൽ എനിക്കതൊരു നഷ്ടമായി പോകരുത്. എനിക്ക് എനിക്ക് ഗവൺമെന്റ് കോളേജിൽ തന്നെ സീറ്റ് വേണം. അതൊരു വലിയ ഡിറ്റർമിനേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തോ ഒരു ഫെയിലിയർ ആയി പോകുന്ന ഫീലിംഗ് ഒക്കെ എനിക്ക് പേഴ്സണലി ഉണ്ടാവുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, പിന്നെയും ഇപ്പം പ്രൈവറ്റ് കോളേജ് പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് എന്റെ പേഴ്സണലി ഉള്ള എന്താണ്, ഒരു വാശിയായിരുന്നു അതുകൊണ്ട്. അപ്പൊ എനിക്ക് അതെന്തായാലും നേടിയേ തീരൂ എന്നുള്ളൊരു സംഭവമായി. അപ്പൊ ഞാൻ മനസ്സിലാക്കി സൂപ്പർ റിപ്പീറ്റ് ചെയ്യാന്ന്. അവിടെയും എന്റെ പേരൻസ് ആയിരുന്നു എന്നെ സപ്പോർട്ട്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത പേരൻസ് ആയിരുന്നു എനിക്ക്. അങ്ങനെ അവർ പറഞ്ഞു, നീ സൂപ്പർ റിപ്പീറ്റ് ആണെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്തു, എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ ഓൺലൈൻ ആയിട്ട് ബ്രില്യൻ്റ് ചെയ്തു. അപ്പം ആ ഒരു വർഷം ആണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് വീട്ടിൽ നിന്ന് പഠിച്ചാലേ പഠിക്കാൻ പറ്റൂ, എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ പഠിക്കാൻ പറ്റില്ല. അതായത് കൊറോണ വന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് കൊളാക്കിയിട്ടുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. അത് വീട്ടിൽ വന്നതുകൊണ്ട് കൊളായതല്ല. എനിക്ക് ഓൺലൈൻ എക്സാംസിന്റെ ഒരു വേ ഒന്നും പറ്റണില്ല. അത് ലാസ്റ്റ് അല്ലേ, ഒരു വർഷത്തിന്റെ ലാസ്റ്റിലേക്ക് നമുക്ക് ടെൻഷനും ആവും, എന്ത് ചെയ്യണമെന്നും അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇത് തന്നെ എനിക്കൊരു വർഷം മൊത്തം വീട്ടിൽ കിട്ടി. അപ്പം ആ ഒരു വർഷം ഞാൻ സത്യം പറഞ്ഞാൽ മാക്സിമം നല്ല വൃത്തിക്ക് പഠിച്ചു. എന്ന് വെച്ചാൽ ആദ്യം കുറച്ചൊരിങ്ങനെ മെല്ലെ, കാരണം എനിക്ക് തിയറി അങ്ങനെ ബിൽഡ് ചെയ്യാനില്ല. കാരണം ഞാൻ കഴിഞ്ഞ വർഷം അത്രയും നന്നായി പഠിച്ചിട്ടുണ്ട്, അത്രയും നന്നായി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ലാസ്റ്റിലേക്ക് എനിക്കൊന്ന് കുറച്ച് നല്ല റിവിഷൻസും നല്ല ഓർമ്മിക്കാനൊക്കെ ഒരു ഇത് വേണം. എനിക്ക് എന്റെ പഠിത്തത്തിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് മാറ്റാനുണ്ടെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ഞാൻ നന്നായി മാറ്റി ലാസ്റ്റിലേക്ക് ലാസ്റ്റ് ഒരു 3 മാസം നീറ്റിന്റെ, അതായത് സെപ്റ്റംബറിലായിരുന്നു നീറ്റ്. ആ ഒരു ലാസ്റ്റ് 3 മാസം നല്ല വൃത്തിക്ക് പഠിച്ചു. അങ്ങനെ ആസ് യു നോ, അങ്ങനെ എന്ത് സംഭവിച്ചു, നീറ്റ് കിട്ടി. അങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ അവസാനം എന്താണ്, അങ്ങനെ ഞാൻ പഠിച്ചു. സെപ്റ്റംബറിൽ നീറ്റായി. നീറ്റ് എഴുതാൻ പോയി. നല്ല ഒരു നീറ്റ് എഴുതാൻ പോയി. നീറ്റ് എഴുതാൻ പോയപ്പം ഞാൻ ഒറ്റ നീറ്റ് കഴിഞ്ഞ് വന്നിട്ടും കരഞ്ഞിട്ടില്ല. അങ്ങനെ നീറ്റ് എഴുതാൻ പോയി. ഇനി നീറ്റിന്റെ കഥ, ആ ലാസ്റ്റ് നീറ്റിന്റെ കഥ. എനിക്കൊന്ന് ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നീറ്റ് അല്ലായിരുന്നു, ഈ നീറ്റ് ആയിരുന്നു. കാരണം ഈ നീറ്റ് സംഭവം എന്താ വെച്ചാൽ എനിക്ക് തീരെ ടൈം കിട്ടിയില്ല എഴുതാൻ. ഫിസിക്സ് ഒക്കെ ലാസ്റ്റിലേക്ക്, ബയോളജി എനിക്ക് ഫുൾ മാർക്ക് ആയിരുന്നു. ബയോളജി എനിക്കറിയാം, മൊത്തം അറിയാമെന്ന് എനിക്ക് ഉറപ്പിച്ചാണ് ഞാൻ ഏകദേശം. എനിക്ക് ഫുൾ തന്നെ ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഞാൻ എഴുതിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ തിരിച്ചു വന്ന ആൻസർ കീ നോക്കിയപ്പോൾ മനസ്സിലാക്കി കുറെ കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ഫിസിക്സിന്റെ കാര്യം എന്താ വെച്ചാൽ എനിക്കിത് ടൈം തീരെ കിട്ടിയില്ല. ബയോളജിന്റെ കെമിസ്ട്രിന്റെ മുകളിൽ ഞാൻ അത്രയും നേരം ഇരുന്നിട്ട് എനിക്ക് ഫിസിക്സിന് തീരെ ടൈം കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ കുറച്ചെണ്ണം മര്യാദയ്ക്ക് എഴുതിയിട്ട് ബാക്കി ലാസ്റ്റിലേക്ക് സിൻസിയർ ആയിട്ട് ഞാൻ പറയട്ടെ, ഞാൻ കുറച്ചെണ്ണം കറക്കി കുത്തിയിട്ടുണ്ടായി. ഇതിപ്പം ഗസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്, കുറെ പിള്ളേരെടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഗസ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഞാനത് ചെയ്തു. ഞാൻ എനിക്ക് ലൈഫിൽ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പോയില്ല. കാരണം ഞാനിങ്ങനെ അവസാനം ഈ ഇതായി എന്ന് വെച്ചാൽ ടൈമായി, ഗസ് ചെയ്യുക ഒന്നെങ്കിൽ ചെയ്യാതിരിക്കുക, ഇത് എന്റെ മനസ്സിലുള്ളൂ. ആ ടൈം എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടായി. അപ്പം എനിക്ക് നിവൃത്തിയില്ല, കറക്കി കുത്താന്നല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ പേടിച്ചു പോയി. ഞാൻ ലൈഫിൽ അങ്ങനെ ചെയ്ത് ഒരിക്കലും വിചാരിച്ചില്ല. അവസാനം കറക്കി കുത്തി. അങ്ങനെ ടീച്ചർ വലിച്ചു കൊണ്ടുപോയിരുന്നു എന്റെ പേപ്പർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഞാനെല്ലാം കൂടെ കരഞ്ഞാണ് പുറത്തോട്ട് ഇറങ്ങിയത്. എന്റെ പപ്പയും ഉമ്മയും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ എന്നെ കണ്ടപ്പോഴേക്കും പേടിച്ചു പോയി. കാരണം ഒരു ചാൻസ് ഇനി എടുക്കാനില്ല എനിക്ക്, ഇതെന്റെ അവസാനത്തെ ചാൻസ് എന്ന് മനസ്സിൽ വെച്ചതാ. അപ്പം ഈ ഒരു സമയത്ത് എന്റെ പപ്പയും അമ്മയും ഞെട്ടിപ്പോയി. കാരണം അവർക്ക് അറിയില്ലല്ലോ എക്സാം ഹോളിന്റെ ഉള്ളിൽ എന്താ നടന്നത്, ഞാൻ എത്ര എഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്നും പറയണില്ല. അങ്ങനെ അന്ന് രാത്രി മാർക്ക് കൂട്ടി നോക്കുമ്പോ കരയാ, എല്ലാ സമയത്തും ഞാൻ കരച്ചിലോട് കരച്ചില്. അങ്ങനെ എനിക്ക് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ഡേ ആയിരുന്നു എനിക്കത്. പക്ഷേ വേഴ്സ്റ്റ് ഡേയ്സ് ഒക്കെ ഉണ്ടായാലും അതിന് ശേഷം നമുക്ക് നല്ലൊരു ദിവസം വരാൻ വേണ്ടിയിട്ടായിരിക്കും അത്. അങ്ങനെ അവസാനം എന്റെ നീറ്റിന്റെ റാങ്ക് വന്നു. എനിക്ക് 857 ആയിരുന്നു എന്റെ കേരള റാങ്ക്. എന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. സെക്കൻഡ് അലോട്ട്മെന്റിൽ എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കിട്ടി. സോ അങ്ങനെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി ഫൈനൽ ഇയർ MBBS ആയിട്ട്. എന്റെ ഫൈനൽ ഇയർ MBBS ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ.
സോ അത്രയാണ് എൻ്റെ നീറ്റ് സ്റ്റോറി. ഹാപ്പി എൻഡിങ് ആണ് എന്തായാലും അവസാനം. നിങ്ങളുടെ സ്റ്റോറിക്ക് നിങ്ങൾക്ക് എന്തായാലും ഹാപ്പി എൻഡിങ് ഉണ്ടാവും. നിങ്ങൾ ആ ഡിറ്റർമിനേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഡിറ്റർമിനേഷൻ വിടരുത്. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ കുറച്ച് സമയങ്ങളുടെ വാക്കുകളിൽ തീർന്നു പോകേണ്ട കാര്യമല്ല. നിങ്ങളുടെ ഡിറ്റർമിനേഷൻ നിങ്ങൾ അങ്ങനെ തന്നെ വെക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതായിട്ടുള്ള സാധനങ്ങളെ ഇതൊക്കെ ഉള്ളൂ. ഒന്നും നിങ്ങൾക്ക് കിട്ടാതിരിക്കരുത്. നിങ്ങൾ അത്രയും പടച്ചോനിൽ വിശ്വസിച്ച് ഡിറ്റർമൈൻഡ് ആയി നിൽക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ സ്റ്റോറി ഇവിടെ കഴിയാണ്, നീറ്റ് സ്റ്റോറി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.